അറിയോ? കണ്ണും ചിമ്മി കളവ് അറിയാം. ഈ ഒസങ്കര സംവാദത്തിൽ ഞാൻ ഇമാം ബുഖാരി കിതാബ് അദബുൽ മുഫ്രദിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാ മുഹമ്മദ് എന്ന് വിളിച്ചത്, റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയത് ഞാനെടുത്ത് ഉദ്ധരിച്ചു. അതിപ്പോ സമയമില്ല, വെച്ചു കൊടുക്കാൻ കഴിയോ? ഒന്ന് വെച്ചു കൊടുത്തേ. ഇമാം ബുഖാരി പ്രത്യേകം ഒരു ബാബ് കൊടുത്തുകൊണ്ട് ഒരു അധ്യായം കൊടുക്കുകയാണ്. എന്താണ് അധ്യായം? ബാബു മാ യഖൂലു റജുലു, ഒരാൾ പറയേണ്ട വാക്ക്, അതിനെ കുറിച്ച് പറയുന്ന അധ്യായം. ഇദാ ഖദറത് രിജ്ലുഹു, കാല് തളർന്നാൽ ഒരാൾ പറയേണ്ട വാക്കെന്ത് എന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ ഉദ്ധരിക്കുകയാണ് ഇമാം ബുഖാരി. അതെ, യാ മുഹമ്മദ് ഫഖാല ലഹു റജുലുൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാലി തളർന്നപ്പോൾ ഫഖാല ലഹു റജുലുൻ, ഒരാൾ പറഞ്ഞു, ഉദ്കുർ അഹബ്ബൻ നാസി ഇലൈഹി, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ വിളിക്കുക. എല്ലാവർക്കും അറിയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളായിരിക്കും അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ. ഉടനെ ഫഖാല യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് വിളിച്ചു. ഇപ്പൊ മൗലവി പറയാ അദബുൽ മുഫ്രദിൽ യാ ഇല്ല, മുഹമ്മദ് എന്നേ ഉള്ളൂ. പച്ചക്കള്ളോ, എല്ലാവർക്കും നിവർത്തി നോക്കിയാൽ കാണൂലേ യാ മുഹമ്മദ്. അദബുൽ മുഫ്രദിൽ യാ മുഹമ്മദ് ഇല്ല, മുഹമ്മദ് എന്ന് മാത്രമേ ഉള്ളൂ. അദബുൽ മുഫ്രദിൽ യാ മുഹമ്മദ് ഇല്ല, മുഹമ്മദ് എന്ന് മാത്രമേ ഉള്ളൂ. കിതാബ് ഒന്ന് വെച്ചു കൊടുത്ത് കാണിച്ചോട്ടെ, സ്ക്രീനിൽ വായിച്ചോളൂ. ഇല്ലേ യാ മുഹമ്മദ്, ഇല്ലേ യാ മുഹമ്മദ് എന്നെ വേണ്ടി പച്ചക്കള്ളം പറയാം, കാണും ജീവിക്കാൾ പറയാം. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പവർ. അവിടെയാണ് 1400 കൊല്ലം മുമ്പ് മൗലവിമാരെ റസൂലിനെ കണ്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന, ആഖിറു സമാനിൽ വരും കബളിപ്പിക്കുന്ന ഒരു വിഭാഗം, കദ്ദാബൂന ധാരാളം കളവ് പറയുന്ന ഒരു വിഭാഗം. സലാഹിനൊക്കെ കണ്ടു പറഞ്ഞ മാതിരി, ഹുസൈൻ സലഫിനൊക്കെ റസൂൽ കണ്ടു പറഞ്ഞ മാതിരി. യതൂനകും മിനൽ ഹദീസി മാലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളുടെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരും. ഇയ്യാകും വയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിക്കണേ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും, അവരെ നിങ്ങളെ പഴപ്പിക്കല്ലേ, ഫിത്നയാക്കല്ലേ. എത്ര ഭംഗിയായിട്ടാ പറഞ്ഞത്. ഇനി നിങ്ങൾക്കൊരു രസം കേൾക്കണോ?